എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. കഴിഞ്ഞേക്കാളും കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടു. ഈ ഷൈനീയ സംഭവമോ അഭയാ സംഭവമോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഗ്രാനായ സമൂഹത്തെ ബാധിക്കുന്ന ഒന്നുമല്ല. സൂയിസൈഡ് ചെയ്താൽ നമ്മുടെ കുഴിയിലാണ്. ഹോബി എന്ന മനുഷ്യനെ ഞാൻ ബഹുമാനിക്കുന്നു. സൂയിസൈഡ് ചെയ്ത വ്യക്തികളെ ഞങ്ങളുടെ അച്ഛന്മാർ പോലും വീട്ടിൽ പോയി ശവെടുക്കാറില്ല. അപമൃത്യു അല്ലെങ്കിൽ സൂയിസൈഡിന് കൊടുക്കുന്നത് വീട്ടിലേക്ക് വൈദികർ പോലും പോവില്ല. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയ പ്രാർത്ഥന പോലും നടത്തില്ല. നോബിയുടെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറച്ച് പേര് വരുന്നുണ്ട്. അതോടൊപ്പം ഷൈനി ചേച്ചിക്ക് നീതി വേണം, ആ കുഞ്ഞുങ്ങൾക്ക് നീതി വേണം എന്ന തരത്തിലും പറയുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ മരണത്തിലേക്ക് ഇവരെ തള്ളിവിട്ടത് ഫാദർ ബോബി എന്ന് പറയുന്ന നോബിയുടെ ബ്രദറാണ്. അപ്പം അയാൾക്കെതിരെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ്. അയാളെ എത്രയും വേഗം സഭയിൽ നിന്ന് പുറത്താക്കണം, അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ശരി തന്നെ. കാരണം അങ്ങനെ ഒരാളെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന തരത്തിൽ ആർക്കും ചിന്തിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അതിപ്പോൾ ഏത് പള്ളിയിലെ അച്ഛനാണേലും ഏത് കൊമ്പനാണേലും ഇപ്പോൾ ഇരുന്ന് താളത്തിൽ പറഞ്ഞാലും ശരി, താളം ഇല്ലാതെ പറഞ്ഞാലും ശരി, കൗൺസിലിംഗ് ചെയ്താലും ശരി, ചെയ്തില്ലേലും ശരി, കൊമ്പത്തെ അച്ഛനാണേലും ശരി, ആരാണേലും ശരി, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതിൽ യാതൊരു സംശയമില്ല. അതിൽ ബോബി എന്ന് പറയുന്ന ഫാദറിന് പങ്കുണ്ടായെങ്കിൽ തീർച്ചയായും കുറച്ചുകൂടെ ശിക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ഫാദർ, ഒരു പള്ളിയിലെ അച്ഛൻ എന്ന നിലയിൽ എത്ര ജനങ്ങളെ പറ്റിച്ചു. ഞാൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് നിന്നിട്ട് എല്ലാവരുടെയും അടുത്ത് പോയി പ്രാർത്ഥിച്ച് എല്ലാവരെയും കൊണ്ട് കുമ്പസരിപ്പിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കുഞ്ഞാടുകളെ എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ല വഴിയിൽ നടത്തിക്കൊണ്ട് വന്നു എന്ന് കരുതുന്ന ഈ ചെന്നായയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പള്ളിയിലെ വിശ്വാസികൾ പറയുന്നത് പോലെ തന്നെ പള്ളിയിൽ നിന്നും പുറത്താക്കണം. കാരണം ഇങ്ങനത്തെ ആൾക്കാരൊന്നും പള്ളിയിലൊന്നും ഇരിക്കാൻ പാടില്ല. ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അപ്പച്ചൻ വന്നിട്ട് ഈ ഷൈനി ചേച്ചിയെക്കുറിച്ച് പറയുകയാണ്, കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഷൈനിയെക്കുറിച്ച്, ഷൈനിയുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? ഷൈനി അങ്ങനെയാണോ? ഷൈനി ഇങ്ങനെയാണോ? നിങ്ങൾ അവരെ നോക്കിയോ? നിങ്ങൾ ഇവരെ നോക്കിയോ? എന്തുകൊണ്ട് നിങ്ങൾ ജ്ഞാനായ സഭയെ പറയുന്നു? എന്തുകൊണ്ട് കാരിത്താസിനെ പറയുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ പുള്ളിക്കാരൻ്റെ വികാരം നമുക്ക് മനസ്സിലാക്കാം, എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പുള്ളി പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന്. ഷൈനിയുടെ ബ്ലഡ് പരിശോധിച്ചിട്ടുണ്ടോ? അവിടെ വല്ല തലേദിവസം വല്ല മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഉറക്കഗുളിക കഴിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടാണോ പോയേക്കുന്നത്? പുള്ളി ചോദിക്കുകയാണ്, ഷൈനി തലേന്ന് മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉറക്കഗുളിക കഴിച്ചിട്ടുണ്ടോ? ഉറക്കഗുളിക കഴിച്ചാലോ കിടന്ന് ഉറങ്ങുമല്ലേ, അല്ലാതെ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ ചാകാൻ പോകാമെന്ന് ചിന്തിക്കുവാണോ? അല്ലല്ലോ. ഇങ്ങനെ എന്തായിരുന്നു പറഞ്ഞതെന്നറിയില്ല. മദ്യപിച്ചിട്ടുണ്ടോ? ഈ പുള്ളിയുടെ വീട്ടിൽ പുള്ളി മൂക്കറ്റം കുടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ആ തരത്തിലാണ്. പുള്ളിയുടെ പെണ്ണുമ്പിള്ളയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, മക്കളും അങ്ങനെ ആയിരിക്കും, മൂക്കറ്റം കുടിച്ചിട്ട് കിടന്നുറങ്ങുമായിരിക്കും. അതുകൊണ്ടായിരിക്കും തലേന്ന് കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നോബിയുടെ കുടുംബത്തെ ഏറ്റെടുത്ത് അറിയാവുന്ന വ്യക്തിയായിരിക്കും. നോബിയുടെ ചേട്ടനും നോബിയുടെ അമ്മയും കുഞ്ഞമ്മയും നോബിയുടെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഷൈനി അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ കാര്യങ്ങളൊക്കെ? എന്തായാലും ബാക്കി കേട്ടു. കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടു. ഫോറൻസിക്കിന്റെ ഇരിക്കുക. ആ മെസ്സേജുകൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഈ സംഭവമോ അഭയാ സംഭവമോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഗ്രാനായ സമൂഹത്തെ ബാധിക്കുന്ന ഒന്നുമല്ല. ഞങ്ങളുടെ ഗ്രാനായ സമൂഹം വളർന്നുകൊണ്ടായിരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേരളത്തിലെ എടുത്തു, അമേരിക്കയിലെ എടുത്തു, ബ്രിട്ടനിലെ എടുത്തു, എവിടുത്തെ വേണേലും ചരിത്രമെടുത്തു, ഞങ്ങളുടെ ആൾക്കാർ മുന്നോട്ട് നിൽക്ക്. ഇന്ത്യയിൽ നിൽക്ക്, കേരളത്തിൽ നിൽക്ക്, ഷൈനി എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിൽക്ക്. അവരെ സംബന്ധിച്ച് പറ. അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ എന്ത് നടന്നിട്ട് നമുക്ക് എന്താ കാര്യം? ഇവിടെ എന്ത് നടന്നു എന്നതിനെയല്ലേ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഇപ്പം നോബീനെ പോലെയാണ് അമേരിക്കയിലുള്ള ആണുങ്ങളൊക്കെ, ബ്രിട്ടനിലെ ആണുങ്ങളൊക്കെ നോബീനെ കൂട്ടാ. നിങ്ങൾ എന്തോ പറഞ്ഞു വരുന്നത്? യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതൊരു യൂട്യൂബ് ചാനലിരുന്നാ പറയുന്നത്. അതാണ് അതിലേറെ കോമഡി. സൂയിസൈഡ് ചെയ്താൽ നമ്മുടെ കുഴിയിലാണ്. അതിനെപ്പറ്റി പഠിക്കും. തെമ്മാടിപ്പുഴി എന്ന് പറഞ്ഞ എല്ലാ ചവക്കോട്ടയ്ക്കകത്തും അങ്ങനെയുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഗ്രാനായക്കാരുടെ പള്ളികളിൽ ഞങ്ങളത് ചെയ്യാറില്ല. കാരണം ഒരു ഗ്രാനായക്കാരനോ ഗ്രാനായക്കാരെത്തിയോ അപമൃത്യു സംഭവിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കൊണ്ട് രക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഈ ഷൈനി പെൺകുഞ്ഞുങ്ങളും മരിച്ചിട്ട് എന്ത് ചെയ്തു എന്നല്ല ചോദിച്ചു. അതെ, നിങ്ങളുടെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞങ്ങളുടെ അച്ഛന്മാരും കന്യാസികളും അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവരെ കാരിത്താസിന്റെ തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിന്നെ ചാനൽകാരുണ്ടാക്കിയ സംഭവം ശവാടക്കിന്റെ കാര്യം. ശവാടക്ക് ഒരു ഗ്രാനായക്കാരൻ എന്നുള്ള നിലയിൽ ആ നോബി എന്ന മനുഷ്യനെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ പള്ളിയിൽ ഞങ്ങളുടെ കല്ലറയിൽ ശവമടക്കണമെന്നും അവന് ജീവിതകാലത്ത് സൂയിസൈഡ് ചെയ്ത ഒന്നുമല്ല. അവൻ്റെ ഭാര്യയെപ്പറ്റി അവൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി അവൻ ചിന്തിച്ചുവെങ്കിൽ ഇത് തെറ്റിരിക്കും. രണ്ടാമത് 14 വയസ്സുള്ള ഒരു ചെറുക്കൻ, 10 വയസ്സുകാരനോ 8 വയസ്സുകാരനോ അല്ല, കൗമാരപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു ചെറുക്കൻ എൻ്റെ അമ്മയും
എൻ്റെ പെങ്ങന്മാരും എൻ്റെ പള്ളിയിൽ, എൻ്റെ കല്ലറയിൽ, അവരുടെ കല്ലറയിൽ വേണമെന്ന് ആഗ്രഹിച്ചു. അതിനെ ആർക്ക് എതിർക്കാൻ പറ്റും? പിന്നെ പുള്ളി നോബീനെ അങ്ങ് ബഹുമാനിക്കുന്നു പോലും. 9 മാസമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത് 2 പെൺപിള്ളേരാ. അവർക്ക് ഉടുക്കാനും ഉണ്ണാനും കഴിക്കാനും എല്ലാത്തിനും വേണമെന്നും പെൺപിള്ളേരുടെ കാര്യം, വളർന്നു വരുന്ന പെൺകുട്ടികളെ കുറിച്ച് അമ്മമാർക്കൊക്കെ അറിയാം. നേരെ നോക്കുന്ന അപ്പനും അമ്മമാർക്കൊക്കെ അറിയാം പെൺകുട്ടികൾക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന്. ഒന്നുപോലും സാധിച്ചു കൊടുക്കാതെ, അതൊക്കെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാതെ, അതുങ്ങൾ എവിടെയെങ്കിലും പോട്ടെ, നീ മക്കൾ പോയി ചാവടി എന്ന് പറഞ്ഞവനെയാണ് ഈ തന്ത വന്നിരുന്നത് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ എന്താ ചെയ്യണേ? ചാട്ടക്കെട്ടടിക്കണോ അതോ കല്ലെറിയണോ? എന്താ വേണ്ടേ? ഒന്നും പിടിയിട്ടുള്ള ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ന്. ഇതിന് സയന്റിഫിക് ആയിട്ട് വികസിത രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒരാളിങ്ങനെ സൂസൈഡ് ചെയ്യും വിചാരിക്കുക, അവിടെ യൂട്യൂബർമാരും ആരും നല്ല വർത്തമാനം പറയും. സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലഡ് പരിശോധിക്കും. ബ്ലഡ് എന്തിനാ പരിശോധിക്കണം എന്നറിയോ? മയക്കമരുന്ന് അടിമയായിരുന്നോ ഇത് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഉറക്ക ഗുളികൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റിനെ, ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യും അതിനെപ്പറ്റി പഠിക്കാൻ, അവളുടെ വീട് പരിസരങ്ങളെ എല്ലാം പഠിക്കാൻ. അത്രയും ചെയ്ത് കഴിയുമ്പം സൈക്കോളജിക്കലാണോ സൈക്കാട്രിക്കലാണോ മയക്കുമരുന്നോ ഇത്യാദികളാണോ എന്നുള്ളതിന്റെ റിസൾട്ട് കിട്ടും. പിന്നെ ആ സാഹചര്യം, അതാണ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അവളുടെ മാനസിക വൈകല്യമായിരുന്നു, ഏത് സാഹചര്യമായിരുന്നു, അവൾ ജീവിതത്തിൽ അവൾക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നായിരിക്കും. സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതുവരെ നടന്നിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഈ അവൾ എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ മരിച്ചു, അത് അനലൈസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. ഷൈനിയുടെ ബ്ലഡ് പരിശോധിച്ചിട്ടുണ്ടോ? അവൾ വല്ല തലേദിവസം വല്ല മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ, ഉറക്കഗുളിക കഴിച്ചിട്ടുണ്ടോ, മദ്യപിച്ചിട്ടാണോ പോയേക്കുന്നത്, പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ 1 മാസത്തിനിടയിൽ ഒരുത്തൻ 5 പേരെ തലക്കടിച്ചു, ഇത്ര പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥയും മകളും കയറി സൂയിസൈഡ് ചെയ്തു, സമാനമായ ഷൈനിയുടെ കൊണ്ടു. അതിനെപ്പറ്റി ചെറിയ പത്ര റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ ജ്ഞാനായ സഭ ആയതുകൊണ്ടും അവിടെ ആ വീട്ടിലൊരു വൈദ്യൻ ഉണ്ടായിരുന്നത് കൊണ്ടുമല്ലേ ഇത്രയും പ്രകമ്പനം ഉണ്ടായത്. എന്ന് പറയുന്ന അച്ഛന്റെ കാര്യമാണ്. അദ്ദേഹം എന്ന് പറയുന്നത് അത്ര അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായം ആ ഒരു നാട്ടിലാണെങ്കിലും അവരുടെ കുടുംബത്തിലാണെങ്കിലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ മുമ്പേ ചോദിച്ചു അദ്ദേഹം എന്ത് ചെയ്തു എന്നൊന്ന് പറയാൻ പറഞ്ഞു, പർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഷൈനിയെ പറഞ്ഞിട്ടില്ല, ഷൈനിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല, അവളെ ആംഗ്ലമാരും ആരും അച്ഛനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏതോ ഒരു സ്ത്രീ കരിങ്ങുന്ന അവരുടെ വീടിന്റെ അടുത്തോ ഭാഗത്തോ തൊടുപുഴയുള്ളത് ഒരു പ്രസ്താവന നടത്തി, അത് ഹാർഡ് വാർമർ എന്ന് പറഞ്ഞാണ്. ആ സ്ത്രീ പറഞ്ഞതിന്റെ അവസാനം തന്നെ അവർ ചോദിക്കുന്നുണ്ട്, യൂട്യൂബർ, ഇത് ചേച്ചി എങ്ങനെയാണ് അറിഞ്ഞേ? അപ്പൊ പറഞ്ഞു കേട്ടതാണ്. നേരിട്ട് ഒരു ബന്ധവും. പ്രസിഡന്റ് വരെ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു. അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും ഈ കാര്യത്തിൽ പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വരെ ഈ ഒരു കാര്യത്തിൽ ഭീഷണി വരുന്നുണ്ട് എന്നുള്ളൊരു നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ടു. ഭീഷണി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവിടുത്തെ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഭീഷണിയാണ്, അത് പേടിച്ചാണ് ഞങ്ങൾ ഇതിലൊന്നും പ്രതികരിക്കാത്തത് എന്ന് പറയുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട് ആ നാട്ടിൽ. ഭാര്യ ഭർത്താവ് വന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. വഴക്കും പണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ വഴക്കും പണക്കവും ശലം കഴിയുമ്പോൾ പണക്കവും തീരുവൊക്കെ ചെയ്യും. വഴക്കുണ്ടായി പിരിഞ്ഞു പോയവർ പോലും ഭാര്യയോ ഭർത്താവോ മരിച്ചു കഴിയുമ്പോൾ അന്നേരത്തെ വേറൊരു അവസ്ഥയാണ്. അന്നേരം അതുവരെ ചെയ്തിരിക്കുന്ന തെറ്റും ശരിയൊക്കെ മറക്കും. അവനവന്റെ ഭാര്യ മരിച്ചപ്പം അവന്റെ ഭാര്യയായിട്ടും മരണപ്പെട്ട മക്കൾ അയാളുടെ മക്കളായിട്ടും അയാൾ ചിന്തിച്ചു കാണും. അങ്ങനെ ചിന്തിച്ച ഒരു വേർഷനെ നമ്മൾ ഇതിന് കുറ്റം പറയണമെന്ന് വേണ്ട. 1 മാസം എങ്കിൽ 1 മാസം ചെലവിന് കൊടുത്തിട്ടാ ഈ വർത്താനം പറഞ്ഞെങ്കിൽ നമുക്ക് പിന്നെയും കേട്ടിരിക്കാം. ഇത് 9 മാസമായിട്ട് അവർക്കൊരു ചെലവിന് കിട്ടിയില്ല. ആട്ടും തുപ്പും പരിഹാസവും നീ എന്താ വെച്ചാൽ ചെയ്യടി, എന്ത് ചെയ്യും? ഒരു ജോലിയില്ല, കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാൻ ഒരു ഇടമില്ല, സ്വന്തം വീട്ടിൽ അന്യയെപ്പോലെ നിൽക്കുക ഈ കുഞ്ഞുങ്ങളുമായിട്ട്. ആ പിള്ളേർ തൊടുന്നതും പിടിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കുറ്റവും പറഞ്ഞ് വഴക്ക് പറയുന്ന പേരൻസിൻ്റെ അടുത്താണ് ആ ചേച്ചി നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് സപ്പോർട്ട് കിട്ടിയില്ല. എന്നാൽ നാട്ടുകാരെങ്കിലും കുറച്ച് പേര് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അവരെയും കൂടെ കുത്തിത്തിരിപ്പിക്കുന്ന രീതിയിൽ താങ്കളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതി വേണ്ടേ? നിങ്ങൾക്കും സമൂഹം സപ്പോർട്ട് ചെയ്യണ്ടേ? നിങ്ങളുടെ കുടുംബക്കാർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയോ? ഈ മറ്റുള്ള ആൾക്കാരും കൂടെ ചേർന്ന് വേണ്ടേ സപ്പോർട്ട് ചെയ്യാൻ? അതൊക്കെയല്ലേ നമ്മൾ കേരളത്തിലുള്ള ജനങ്ങളുടെയൊക്കെ ഒരു ഊർജ്ജവും ഒരു ബലം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചോർത്തിക്കളയുന്ന രീതിയിലൊന്നും ഇങ്ങനെ സംസാരിക്കരുത് നിങ്ങളൊന്നും. അതും ചാനലിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.